കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനത്തിലേക്ക് പാസ്റ്റർക്കും ആ സംഗീതരായിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും ക്രിസ്തുവിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമുക്ക് വളരെ സംശയം ഉണ്ടാക്കുന്ന ഒരു വാക്യമാണ് ഇന്ന് വായിച്ച സങ്കീർത്തന ഭാഗത്തിൽ ഉള്ളത്. അതിൽ ഞാൻ ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഒരാഴ്ച കാലം ദൈവം എന്നെ എന്ത് ചെയ്തു? സൂക്ഷിച്ചു. മരിച്ചു പോകുമായിരുന്നു, മരിക്കാതെ ദൈവം എന്നെ സൂക്ഷിച്ചു. അപ്പൊ മരണം ഭയപ്പെടേണ്ടതാണോ? മരണം പ്രത്യാശയില്ലാത്തതാണോ? മരണം നമ്മൾ ദൈവത്തോടു കൂടി ചേരുന്നതല്ലേ? എല്ലാവരും മരിച്ചു പോയപ്പോ എന്നെ മാത്രം സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ നല്ലവരെല്ലാം കർത്താവ് എടുത്തപ്പോൾ ദുഷ്ടനായ എന്നെ മാത്രം ഇട്ടു എന്നല്ലേ അതിനർത്ഥം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ അതിന്റെ അർത്ഥം ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ പറയുന്ന ചിലതെല്ലാം ശ്രദ്ധിക്കാറില്ല. ക്രിസ്തുവുമായിട്ട് ചേരുക എന്നുള്ളതല്ലേ ഒരു ആത്മീക പൈതലിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രത്യാശ. അവൻ ഐസിയുലായിരിക്കുമ്പോഴും കർത്താവേ നിന്നോട് ചേരാൻ എനിക്ക് കഴിയുന്നല്ലേ? എന്റെ കൂടെ ഉള്ളവരെല്ലാം മരിച്ചുപോയി, എന്റെ കൂടെ ഉള്ളവരെല്ലാം പോയപ്പോ എന്നെ മാത്രം വെച്ചു എന്ന് പറയുമ്പോൾ നല്ല ആൾക്കാരെല്ലാം എടുത്തപ്പോ ദുഷ്ടനായ എന്നെ മാത്രം എന്ത് ചെയ്തു? നിങ്ങളെല്ലാം പോയോ? ഇവിടെ ഉണ്ടോ? നമ്മൾ ചിന്തിച്ചോ? ആ വാക്യം ചിന്തിച്ചോ? ആ ഭാഗം ചിന്തിച്ചോ? നമ്മൾ അങ്ങനെ പറയരുത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യാം? നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ എത്രയോ വേദനിക്കുന്ന ഉള്ളങ്ങൾ ഉണ്ടായിരിക്കും. അറിയാം, നിങ്ങൾക്കറിയാമോ? അതറിയാമോ? ചിലർക്കെല്ലാം രോഗം വന്ന് തകർന്നു പോയപ്പോ എനിക്ക് രോഗം വന്നില്ലെന്ന് പറയുമ്പോൾ രോഗികളായിട്ടിരിക്കുന്നവർ, അയ്യോ ഞാൻ നല്ലതല്ലാത്തോണ്ടാണ് എനിക്ക്, അല്ലേ? അതിന്റെ അർത്ഥം അതാണ്, അല്ലേ? ചിലരെല്ലാം മരിച്ചു പോയപ്പോൾ ഞാൻ മരിക്കാതിരിക്കുന്നത്, അപ്പൊ മരിച്ചു പോയത് ആരാ? എന്തുകൊണ്ടാണ്? ഭാവി ആയോണ്ടാണെന്ന് ചിന്ത വരുന്നില്ല. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ഇരിക്കുകയാണ്, എന്റെ വീട്ടിലൊരു മരണം നടന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് എല്ലാവരും ഉണ്ടോ മരിച്ചു പോയപ്പോ എന്നെ മാത്രം ദൈവം ശേഷിപ്പിച്ചു. അപ്പൊ നമ്മൾ ചോദ്യം വരത്തില്ലേ? ദൈവം അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നതാണ് നല്ലതെങ്കിൽ എന്തിനാണ് എനിക്ക് കർത്താവ് എന്നെ ഇങ്ങനെ, എനിക്ക് എന്റെ കുടുംബത്തിൽ ഇങ്ങനെ മരണം തന്നു? അത് എന്ത് വാക്യം? അത് അങ്ങനെ പറയുന്നത് തെറ്റാണോ? അല്ല. എന്തുകൊണ്ടാണ് തെറ്റല്ലാത്തത്? എന്താണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടത്? അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഒരു വചനത്തിന്റെ ആ ആഴമായ നിലവാരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിനകത്ത് അതിന് മറുപടിയുമുണ്ട്. സങ്കീർത്തനകത്ത് ആ നിലകളും പറയുന്നു. അതെന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചാൽ 115 സങ്കീർത്തനത്തിന്റെ 17ാമത്തെ വചനമാണ് അതിന് കാരണം. കണ്ടോ? മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും എന്ത് ചെയ്യുന്നില്ല? സ്തുതികളുണ്ട്. നമുക്കതിനെ ചില വാക്യങ്ങളൊന്ന് നോക്കിയിട്ട് വരുന്നത് നന്നായിരിക്കും. നമ്മള് ചില വാക്യങ്ങൾ നോക്കിയിട്ട് വരുന്നത് നന്നായിരിക്കും. ഓട്ടെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38ാമത്തെ അധ്യായം 18ാമത്തെ വചനം നമുക്ക് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 38 അതിന്റെ 18. 38. പാതാളം നിന്നെ എന്ത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്? തെറ്റല്ല, ഞാൻ പറഞ്ഞു തെറ്റല്ല, ദൈവവചനത്തിലുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമ്മൾ അതെന്ത് ചെയ്യുന്നില്ല, പുതിയ നിയമവുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രൈസ് ദി ലോർഡ്. പാതാളം എന്ത് ചെയ്യുന്നില്ല? നിന്നെ സ്തുതിക്കുന്നില്ല. എന്താണ് അവർ അങ്ങനെ പറയാൻ കാര്യമെന്നറിയാമോ? അവർക്ക് പാതാളത്തിനപ്പുറം, ഞാൻ പറഞ്ഞു, അവർ വിടുതൽ പ്രാപിക്കാത്തവർ, അവർ ഇരുട്ടിലിരിക്കുന്നവർ, മരണ അനന്തരമുള്ള ജീവിതത്തെ കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ. അവർ കേൾക്കുന്ന കേൾവി അവർക്ക് ഒരിക്കലും നിങ്ങൾ ഇന്ന് കേൾക്കുന്ന, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഇത് അവർക്ക് ഇമാജിനേഷൻ ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് നോക്കിയേ, ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ്, ശരി വേണ്ട, 40 വർഷങ്ങൾക്ക് മുമ്പുള്ള ഏകദേശം പേരിവിടെ ഉണ്ട്. ഓക്കെ, 40 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് അമേരിക്കയിലുള്ള ആളെ കണ്ട് സംസാരിക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അയാൾ എന്തോ പറയും? ഇവന്റെ നല്ല സുഖം, ഇവന് നല്ല സുഖം. ഇന്ന് നമ്മളത് പറയില്ല, കാരണം ഇന്ന് നമ്മൾ കാണുകയാണ്, അല്ലേ? 50 വർഷം മുമ്പുള്ള ഒരാളെ അന്ന് പറയാണ് ഞങ്ങൾ ഇതെല്ലാം കണ്ടാണ് സംസാരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവക്ക് നല്ല സുഖമില്ലെന്നേ പറയുള്ളൂ. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? അവർക്ക് എന്തില്ല? മരണത്തിനപ്പുറമുള്ള, മരണ അനന്തരമുള്ള ജീവിതത്തെ കുറിച്ച് അവർക്ക് അറിഞ്ഞൂടാ. പ്രവാചക വാക്യമാണ്. അപ്പുറം എന്താണ്? അവർക്ക് ഇങ്ങനെ ജിജ്ഞാസയായിരുന്നു, കുതുകമായിരുന്നു. അവർ പറഞ്ഞ പാതാളം നിന്നെ എന്ത് ചെയ്യുന്നില്ല? സ്തുതിക്കുന്നില്ല. അടുത്ത വചനം വായിച്ച്, മരണം നിന്നെ വാഴ്ത്തുന്നില്ല, കുഴിയിൽ ഇറങ്ങുന്നവർ, കുഴിയിൽ ഇറങ്ങുന്നവർക്ക് എന്തില്ല? വിശ്വസ്തതയെ കണ്ടോ? അവർക്ക് പ്രത്യാശയില്ല. അപ്പൊ കുഴിയിൽ ഇറങ്ങുന്ന ഒരു മനുഷ്യൻ എന്തോ ഇല്ല. കാരണം എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ.
അതുകൊണ്ട് അവർക്ക് അതിനെ പ്രത്യാശ ഒരു ഭാഗമല്ല കേട്ടോ, ഇതിങ്ങനെ പല നിലകളിലുണ്ട്. ഇത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പഴയ നിയമം പുനരുത്ഥാനം പ്രാപിക്കുന്ന അമർത്യതയുള്ള ശരീരത്തെക്കുറിച്ചോ മരണമില്ലാത്ത നിലകളെക്കുറിച്ചോ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗങ്ങളെ കുറിച്ചുമുള്ള അറിവ് അന്നത്തെ യഹൂദ മത അനുസാരികൾക്കില്ല. അത് യഹൂദ മതവുമായി ബന്ധപ്പെട്ടവരാണ് അവർ, അവർക്ക് അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പൊ അവിടെ ഉള്ളിൽ നിന്നുണ്ടായ ചിന്തയും അപ്പൊ ആ ചിന്തയുടെ അനുസൃതമായിട്ടാണ് അവർ ഈ വാക്കുകളെല്ലാം ഉദ്ധരിക്കുന്നത്. ഞാൻ ചില വാക്കുകൾ കൂടെ അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങൾക്ക് തരാം. സ്തോത്രം. ഒന്ന് നോക്കിയാട്ടെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലേക്ക് വരാം നമുക്ക്. അതിന്റെ 6-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വാക്യം വായിച്ച് 6:5. മരണത്തിന് നോക്കിയേ, ആ വാക്യം വായിക്കുക. മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ല. തീർന്നു, അവിടെ കൊണ്ട് അവസാനിച്ചു. കാണാം, അവിടെ എല്ലാം ചിന്ത ഡെത്ത് ഈസ് എൻഡ്, മരണം അവസാനമാ, മരണം കൊണ്ടെല്ലാം തീർന്നു. കണ്ടോ, അതിനെ ഒന്നുകൂടെ കേറി പറഞ്ഞാൽ യുക്തിവാദ ചിന്ത എന്ന് പറയാം. മരണം കൊണ്ടെല്ലാം തീർന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചിന്ത നമുക്ക് വരേണ്ടത്, അപ്പൊ ഇവിടെയാണ് സ്വർഗം, ഇവിടുന്ന് പോകണ്ട. ഇവിടുന്ന് പോകണ്ടാത്തവരെല്ലാവരും പറഞ്ഞു, നിങ്ങൾ അല്ലേലിയ പറഞ്ഞാലും പോയിട്ട് ചെയ്യും. പാതാളത്തിന് സ്തോത്രം. കാരണം അവിടെ ആരില്ല, ജീവിക്കുന്നവരില്ല. ഞാൻ പറഞ്ഞു, മനുഷ്യന്റെ ജീവൻ രണ്ട് മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് ആത്മീക ജീവൻ, മറന്നു പോകരുത്. ഇതാണ് ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്നത്. കേട്ട് നമ്മൾ പകുതി വഴിയിൽ കളഞ്ഞിട്ട് പിന്നെയും പഴയ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന രീതി നമ്മൾ ഒരിക്കലും ചെയ്യണം. ആത്മാവിന്റെ ജീവൻ, ശരീരത്തിന്റെ ജീവൻ. കേട്ടോ, ആത്മജീവൻ നഷ്ടപ്പെട്ടു പോയ പഴയ നിയമത്തിലെ ഭക്തൻ അടുത്ത ജീവിതം അവൻ അറിഞ്ഞുകൂടാ. അതാര് കാണിക്കും? അറിഞ്ഞുകൂടാത്ത തന്റെ വാക്കാണ് ആ ഭാഗങ്ങൾ നമുക്ക് മുഴുവൻ. അതാണ് സങ്കീർത്തനങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു പുസ്തകമായിട്ട് നമുക്ക് കാണാം. എന്നിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ തന്നെ നമുക്ക് വരാം. 88-ാം സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വചനം കൂടെ വായിച്ചാട്ടെ. നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ? നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ ചോദ്യോ നീ സംഭവിക്കുമോ? നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ കാണിച്ചു കൊടുക്കുമോ? അടുത്ത വാക്യം. മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ? മൃതന്മാർ എഴുന്നേക്കുമോ? നിന്നെ സ്തുതിക്കുമോ? കണ്ടോ, മരിച്ചു പോകുന്ന ഒരു മനുഷ്യൻ മരണത്തോടുകൂടി സകലതും സമാപിക്കുന്നു എന്ന ചിന്തയാണ് അവരെ ഭരിച്ചിരുന്നത്. സ്തോത്രം. പുതിയ നിയമത്തിൽ ഇതിന് ഉടനീളം പൗലോസ് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്കർക്ക് ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇതായിരിക്കണം പ്രത്യാശ. ഇത് നമ്മുടെ ആശയമായിട്ട് തീരണം. ഞാൻ എന്തിനാ വാക്യം എടുത്തെന്ന് ചോദിച്ചാൽ, ഇനി ഒരു പക്ഷേ നമ്മൾ ഇനിയും 105 115 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അന്ന് ഞാനുണ്ടോ നിങ്ങളുണ്ടോ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഉറപ്പുണ്ടോ ഇവിടെ കാണുമെന്ന്? ദൈവമേ, രാവിലെ പേടിപ്പിക്കാനാണല്ലോ ഇദ്ദേഹം നിൽക്കുന്നേ എന്ന് ചിന്തിക്കരുത്. സ്തോത്രം. ആരുണ്ടെന്ന് നമുക്കറിയത്തില്ല. സ്തോത്രം. അന്ന് എനിക്കിത് പറയാൻ ഒക്കത്തില്ല. ഇത് തന്നെ വീണ്ടും നമ്മൾ പറയുകയും ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ചത്തുപോകുമായിരുന്നു. ഐസിയിൽ പോയി ഞാൻ ചത്തുപോയി എവിടെ പോകായിരുന്നു? ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ആ ഭാഗങ്ങൾ, അതാണ് ആത്മീക വെളിപ്പാട്. എനിക്ക് ഏറ്റവും ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ കേൾക്കുന്നതിന്റെ ആത്മീക വെളിപ്പാടാ ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഓക്കേ, വായിച്ചേ, നമുക്ക് വായിക്കാം. 1 തെസ്സലോനിക്കർ 4-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത കണ്ടോ, മറ്റുള്ളവരെ പോലെ. ആരാണ് ഈ മറ്റുള്ളവർ? നമ്മൾ ഈ വായിച്ച യഹൂദൻ തുടങ്ങിയ ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത മറ്റുള്ളവർ. അവർക്ക് എന്തില്ല? നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് എന്താണുള്ളത്? ഭാഗ്യകരമായ പ്രത്യാശ. നമുക്ക് എന്ത് പ്രത്യാശ? ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയാം. ഭാഗ്യകരമായ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വേർഡ് കുറച്ചുകൂടെ നന്നായിട്ട് തെസ്സലോനിക്ക ലേഖനത്തിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഹാൻഡിൽ ചെയ്യുന്നത് ഇവിടെയാണ്. 1 തെസ്സലോനിക്കർ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം. 5-ന്റെ 10.
ദൈവം നമ്മെ ആ. കോപത്തിനല്ല, ആ. നാം ഉണർന്നിരുന്നാലും ആ. ഉറങ്ങിയാലും ആ. തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് ആ. നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ആ. രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. രക്ഷയെ പ്രാപിക്കാൻ അത്രേ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. നാം രക്ഷ പ്രാപിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നവരാ. സ്തോത്രം. അപ്പൊ ക്രിസ്തുവിന്റെ മരണം എന്തിനായിരുന്നു? ഇനി ആരും മരിക്കാതിരിക്കാനാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും മരിക്കാതിരിക്കാൻ. സ്തോത്രം. എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ കഷ്ടത, അടക്കം, ഉയർപ്പ് നമ്മൾ ആഘോഷിക്കാൻ ചോദിച്ചാൽ കർത്താവ് അങ്ങനെ വർഷാവർഷമൊന്നും മരിക്കുന്നില്ലാത്തത് കൊണ്ടാണ്. കർത്താവ് ഒരിക്കലായി സകല മാനവരാശിക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടു. കർത്താവ് ഒരിക്കലായിട്ട് മരണം കൈവരിച്ചു. കർത്താവ് യേശു ക്രിസ്തു മരണത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. യേശു ഇന്ന് ജയത്തോടെ ഇരിക്കുക. ഇതാണ് നമ്മുടെ പ്രത്യാശ. അപ്പൊ നമ്മൾ എങ്ങനെ ഉയർക്കും? യേശു ആയിരിക്കുന്നത് പോലെ നാം ആയിരിക്കും എന്നതാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ മേൽ ജീവൻ ഇല്ലായിരുന്നു, നമുക്ക് ജീവൻ വന്നു. മരിച്ചു പോകുന്നവരെ കുറിച്ച് നിങ്ങൾ എന്തായിരിക്കരുത്? അറിവില്ലാതെ ഇരിക്കരുത്. അടുത്ത വചനം വായിച്ച് ഇരിക്കരുത്. അടുത്ത വാക്യം. എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു എന്ത് ചെയ്തു? മരിക്കുകയും ജീവിച്ച് എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുക. നമ്മൾ അതെന്ത് ചെയ്യണം? വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ മരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ആത്മാവ് ക്രിസ്തുവിനോട് കൂടെ ലയിച്ചു ചേരുകയാണ്. ലയിച്ചു ചേരുക എന്ന് പറഞ്ഞാൽ അത് നല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ, മഴ കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ എല്ലാം പെയ്തു അല്ലേ? ആ മഴ പെയ്ത മഴവെള്ളം എവിടെ വീണു? ഭൂമിയിൽ വീണു. അത് ഒഴുകി എവിടെ പോയി? കൈത്തോടുകളിലേക്ക് പോയി, അത് കനാലിലേക്ക് പോയി, അത് നദിയിലേക്ക് പോയി, അത് പിന്നെയോ ആ ഒഴുകിയത് സമുദ്രത്തിലേക്ക്. ഈ വെള്ളമെല്ലാം എവിടെ ചെന്ന് ലയിച്ചു? സമുദ്രത്തിലേക്ക് ലയിച്ചു അല്ലെ? വെള്ളം വെള്ളത്തോട് ലയിക്കുന്നത് പോലെ ആത്മാവ് ആത്മാവിനോട് ലയിക്കുക. ആദാമിൽ എല്ലാ മനുഷ്യനും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ആദാമിൽ ആത്മാവെല്ലാം ലയിച്ചിരുന്നു എന്നതുപോലെ ക്രിസ്തുവിൽ നാം ലയിച്ചു ചേരുകയാണ്. അതാണ് ക്രിസ്തു പ്രത്യാശ. ക്രിസ്തു പ്രത്യാശയാണ് നമ്മെ ബലമുള്ളവരാക്കി തീർക്കുന്നത്. എന്നിട്ട് അതിന്റെ ബാക്കി ഭാഗം ഒന്ന് വായിച്ച് പ്രത്യക്ഷത വരെ ജീവനോട്, എന്നാൽ മരിക്കാതെ. കണ്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യം എന്തുവാ? ഇപ്പോ മരിച്ചവരുടെ കാര്യം പറഞ്ഞു. മരിച്ചവരുടെ കാര്യം എന്ത് ചെയ്തു? ആത്മാവിനോട് ലയിച്ചു. നമ്മുടെ ശരീരം മൂലകങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്നത് കൊണ്ട് മൂലകങ്ങളിലേക്ക് തിരിച്ചു. തന്മാത്രകളായി ഭൂമിയുടെ പല ഭാഗങ്ങളിൽ ഇത് ചേർപ്പെടാം. ചിലപ്പോ ഡിസാസ്റ്റർ ഒക്കെ, ഇങ്ങനെ പല പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ, ഭൂമി കുലുക്കമൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പാർട്ടുകൾ എവിടെല്ലാം പോയിട്ടുണ്ടെന്ന് അറിയത്തില്ല, ലയിച്ചു ചേരുകയാണ്. ഇങ്ങനെ ലയിച്ചു ചേരും. ക്രിസ്തുവിന്റെ കാഹളം ധ്വനിക്കും എന്തോ ചെയ്യുന്നറിയാമോ? തന്മാത്രകളാൽ ഭൂമിയിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഇവകളെല്ലാം രൂപാന്തരം പ്രാപിക്കുന്ന ഒരു ശരീരം പ്രാപിച്ച് ഇവിടെ നിന്ന് ആ ശരീരവുമായിട്ട് ചേർന്ന്, ക്രിസ്തുവിന്റെ ശരീരത്തോട് അനുരൂപമാകുന്ന ആത്മാവ് ശരീരം ചേർന്നുകൊണ്ട് ക്രിസ്തുവിനോട് കൂടെ നമ്മൾ വാഴുകയാണ്. എന്നാൽ അടുത്ത പൗലോസ് പഠിപ്പിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ജീവനോടെ നമ്മൾ ശേഷിക്കും, മരിച്ചില്ല. കണ്ടോ, ഈ കർത്തൃമേശയുടെ ഈ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിടെ ഇറങ്ങി വരികയാണ്. എന്താ സംഭവിക്കും? പറഞ്ഞു, യേശുവിടെ വന്ന് എന്ത് നടക്കും? മിണ്ടുന്നില്ല. പോത്തിൽ നിന്ന് പേടിച്ചിരിക്കുകയാണോ? യേശുവിടെ വന്ന് എന്ത് സംഭവിക്കും? രൂപാന്തരം പ്രാപിക്കും അല്ലേ? എന്ത് രൂപാന്തരം പ്രാപിക്കും? മൺമയത്വമായ ശരീരം എന്ത് പ്രോസസിംഗ് ആണോ കാൽവറിയിൽ മുഖാന്തരം കല്ലറക്കകത്ത് നടന്നതോ, ആ സെയിം പ്രോസസിംഗ് നമ്മുടെ ശരീരത്തിൽ നടക്കും. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 15-ാമത്തെ അധ്യായം 52-ാമത്തെ വചനം ഒന്ന് വായിക്കണം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായം 52-ാമത്തെ വചനം. നമ്മളെല്ലാവരും എന്ത് ചെയ്യില്ല? മരിക്കുകയില്ല. എപ്പോ മരിക്കുകയില്ല? ക്രിസ്തു ഇന്ന് വരികയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുകയില്ല? മരണം സംഭവിക്കുക. നാം എല്ലാവരും മരിക്കുകയില്ല. അടുത്ത വചനം. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ, കണ്ടോ, നമുക്കെല്ലാം എന്ത് പറ്റും? നമ്മുടെ ശരീരത്തിന് എന്ത് പറ്റും? മക്കളെ, രൂപാന്തരപ്പെടും. കണ്ടായിരിക്കില്ലേ? ഭയങ്കര പ്രോസസ്. ഇതിനു വേണ്ടിയിട്ടാണ് നാം ക്രിസ്തുവിലാകുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ഘടകം. മറ്റ് ഏതൊരു
മതങ്ങളിലും ഇല്ലാത്തത് ഇതാണ്. രോഗസൗഖ്യ മതങ്ങളിലുണ്ട്. നിങ്ങൾ ഏത് സ്ഥലത്ത് പോയി നോക്കിയാൽ രോഗസൗഖ്യമുണ്ട്. ഫൈനാൻഷ്യൽ ലെവലാണോ? ഉണ്ട്. അപ്പൊ നമ്മൾ എന്തിനാണ് ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നത്? ക്രിസ്തുവിനെ ഒരു മനുഷ്യൻ പിൻപറ്റുന്നത്, ഈ ഭൂമിയിൽ ഇതെല്ലാം വേണ്ടിയതാ. ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു. ഓൾറെഡി ഹി ഹാഡ് ഗിവൻ us. നമുക്ക് ഇതെല്ലാം തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാപ്തി പോലെ ചെയ്തെടുത്തോണം, പ്രാപ്തി പോലെ എടുത്തോണം. ഞാൻ ഈ വാഗ്ദത്വം കൽപ്പന എന്നുള്ള സബ്ജക്ട് കഴിഞ്ഞ ദിവസം എടുത്തു വെച്ച് എന്റെ സബ്ജക്റ്റ് ആട്ടോ. സ്വത്രം. വാഗ്ദത്വം നമുക്ക് 1 കോടി രൂപ തന്നാൽ കൽപ്പന നമുക്ക് കൊടുക്കാൻ പറയും. വാഗ്ദത്വം എന്നെ സമ്പന്നനാക്കുന്നു. അടവായിട്ട് ചിന്തിച്ചാലേ മനസ്സിലാവും. വാഗ്ദത്വം എനിക്ക് തലയിൽ കൈവച്ച് പറയാണ്, മോളെ നിനക്ക് ഞാൻ ഒരു 5 നില വീട് തരാൻ പോവുകയാണ്. കുറച്ച് അന്യഭാഷയും കൂടെ പറഞ്ഞു. അർത്ഥനെ തന്നെ പ്രാർത്ഥിച്ചോ, ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചോ, മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചോ. കഴിയുമെങ്കിൽ ഒരു 21 ഉപവാസം ഇരിക്കുന്നത് നല്ലത്. ഓക്കെ, 21 പറ്റത്തില്ല എങ്കിൽ 3 വെച്ച് 7 ഇരുന്ന് ആ 21 അങ്ങ് തീർക്കണം. നീ 21 തീർന്നു കഴിയുമ്പോൾ അടുത്ത കണ്ടക്കാരന്റെ വസ്തു കൂടെ നിനക്ക് ഞാൻ തരും. അടുത്തത് കർത്താവ് വന്നപ്പോ തൊട്ടയച്ച് പറഞ്ഞു, ഇല്ലാത്തവന് 2 ഉടുപ്പ് ഉള്ള നീ ഇല്ലാത്തവന്. അപ്പോ വാഗ്ദത്വം എന്ത് ചെയ്തു? എനിക്ക് നിങ്ങൾ എന്നോട് ഈ കാര്യത്തിൽ എനിക്കറിയാം. ഈ വാഗ്ദത്വം പിടിച്ചു വാങ്ങിച്ച കൽപ്പന പ്രമാണിക്കണം. ചുമ്മാ ഇരിക്കുന്നത് തന്നെ നല്ലത്. എന്ത് തോന്നുന്നു? ഞാൻ നിങ്ങൾക്ക് ട്രെയിനും പോക്കെന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ ഇങ്ങനെ രസിച്ചിരുന്നല്ലേ? ഇത് രണ്ടും ഒരുമിച്ചാ പോകുന്നത്. വാഗ്ദത്വം തോന്നുന്നു, കൽപ്പന കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഒരുപാട് വാങ്ങാതിരിക്കുന്നതല്ലേ നല്ലത്. ഒരുപാട് വാങ്ങിച്ചു വെച്ചാൽ ഒരുപാട് അടി കിട്ടും. ഇത്രയ്ക്കും കണക്ക് കൊടുക്കണം, അല്ലെങ്കിൽ കിട്ടിയതിന് മാത്രം കണക്ക് കൊടുത്താൽ മതി. ആത്മീയൻ ഒരിക്കലും സമ്പന്നനാകുകയില്ല, സമ്പന്നൻ ഒരിക്കലും ആത്മീയനാകും. കാണാൻ കിട്ടത്തില്ല. നിങ്ങൾ ആഴമായിട്ട് ചിന്തിക്കണം. ചിന്തിച്ചാലേ മനസ്സിലാവും. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് തന്നു. ഈ പാസ് എന്തുവാ ഇത് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കൃത്യമായിട്ട് നിങ്ങൾ ചിന്തിച്ചാലേ. പൈസ നമുക്കൊരു വീടുണ്ട്, 5 സെന്റ് വസ്തു, 10 സെന്റ് വസ്തു ഉണ്ട്, വീടുണ്ട്, ബാക്കിയെല്ലാം. അപ്പൊ നമ്മൾ ഇനി അടുത്ത ഒരു ക്രമീകരണത്തിന് വേണ്ടിയിട്ട് 50,000 രൂപ എടുത്ത് വെച്ചപ്പോഴാണ് ഒരു മനുഷ്യൻ മോളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാതെ കരയും. ആത്മീയനാണ് എന്ത് ചെയ്യും? അടുത്തൊരു വീട് വയ്ക്കുവോ, 50,000 രൂപയ്ക്ക് വസ്തു വാങ്ങുവോ, എന്ത് ചെയ്യും? ആത്മീയന് സമ്പന്നനാകാൻ പറ്റത്തില്ല. സമ്പന്നൻ ആത്മീയനാകാൻ പറ്റത്തില്ല. നമുക്ക് ആരാധിക്കാനൊന്നും ഒക്കത്തില്ല. ഇത് കേൾക്കുമ്പോ ആരാധിക്കാനൊന്നും പറ്റില്ല. എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് ദൈവവചനം കേൾക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ദൈവമേ, ഇത്രയും വലിയ പാപിയാണോ ഞാൻ? നമുക്ക് അപ്പോഴേ ചിന്ത വരും. നമ്മൾ നേരെ താഴെ വരും. ഈ വചനം എല്ലാം കേൾക്കുമ്പോൾ ദൈവമേ ഒന്നും പ്രമാണിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഒതുങ്ങാൻ തുടങ്ങും. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ രൂപാന്തരം പ്രാപിക്കും. അപ്പൊ ഞാൻ ഈ വാഗ്ദത്വം പറഞ്ഞു വരിക, നമ്മുടെ ആ പ്രത്യാശ പറഞ്ഞു വരിക, ക്രിസ്തുവിൽ വരുന്നത് അതിൽ ഒരിക്കലും പൈസ കിട്ടാനാണ്. നിങ്ങൾ അങ്ങനെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഒരിക്കലും താരതമ്യം ചെയ്യരുത് കേട്ടോ സഫിന്. ഒരിക്കലും താരതമ്യം ചെയ്യരുത്. നിങ്ങളുടെ സ്ഥിതി മാറുകയോ സാമ്പത്തിക അഭിവൃദ്ധി അതെല്ലാം നമ്മുടെ പ്രാപ്തി പോലെയാണ്. നിങ്ങൾക്ക് അധ്വാനിക്കാൻ ഒക്കെ പ്രാപ്തി ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വാങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ കൽപ്പന നടക്കുന്നു. തെരുവിൽ ഭക്ഷണമില്ലാതെ നടക്കുന്ന ആൾക്കാർ നടക്കുന്നു. കൂടുതൽ വയ്ക്കാൻ പറ്റുമോ? ഇന്നും ചില സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര വേദന തോന്നും. ഇന്നും ഞാൻ റോഡിൽ ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു മാനസിക രോഗിയെ കാണും. അവനെ ഞാൻ മറികടന്ന് പോവുകയാണ്. അപ്പൊ നമുക്ക് ആത്മീക ജീവിതം എന്തിനാണ് ക്രിസ്തുവിനെ പിൻപറ്റുന്നതും ഈ വഴി വളരെ എടുക്കവും ഞെരുക്കവും എന്ന് പറയാനുള്ള കാരണം എന്താ? ഇത് കേട്ടാൽ എത്ര പേര് അനുഭവിക്കും? യേശുവിൽ നിന്ന് അത്ഭുതം പ്രാപിച്ച ഒരൊറ്റ എണ്ണം ക്രിസ്തുവിനെ അനുഭവിച്ചില്ല. ഒറ്റ എണ്ണം അനുഭവിച്ചു. ഒറ്റ എണ്ണം അനുഭവിച്ചു. ആരും പോയില്ല. ആരും അനുഭവിച്ചു. 12 പേര് മാത്രമേ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുത്ത 70 പേര് എല്ലാം മക്കളാണ്. അത്ഭുതം കിട്ടിയവർക്ക്
എല്ലാം കിട്ടി, എല്ലാം പങ്കെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ശീമോനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 21-ാമത്തെ അധ്യായം 15-ാമത്തെ വചനമാണ്. നോക്കാവോ? അവൻ പ്രാതൽ കഴിച്ച ശേഷം, ഈ പ്രാതലിന് മുമ്പ് എത്ര മീൻ കൊടുത്തു കർത്താവ്? എത്ര മീൻ കൊടുത്തു? അവര് രാവിലെ മുതൽ അധ്വാനിച്ചവരാ അല്ലെ? പത്രോസും ശിഷ്യന്മാരെല്ലാം രാവിലെ മുതൽ എന്തിനാണ് അധ്വാനിച്ചത്? ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി രാവിലെ മുതൽ അധ്വാനിച്ചു. അവർക്ക് ഒരു മീനും കിട്ടിയില്ല. യേശു കരയിൽ നിന്നോട് ചോദിച്ചെന്തോ, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വലുതും ഉണ്ടോ? പറഞ്ഞ കർത്താവ് ഒന്നും കിട്ടിയില്ല. പടകിന്റെ വലതു ഭാഗത്ത് അന്വേഷിച്ചില്ല. എത്ര മീൻ കിട്ടി? 153 പെരുത്ത മീൻകൂട്ടം. ഈ മീനും വലിച്ചോണ്ട് വരിക ഇവര് കരയിൽ. നിങ്ങൾ എന്നെ നോക്കണേ, ഈ മീനും ഒരു വലിച്ചോണ്ട് വരിക കരയിൽ. അപ്പോ മീനില്ല, ഇവർക്കുള്ള ഒന്നുമില്ല, മീൻ വലിച്ചോണ്ട് വരിക. കരയിലേക്ക് വരുമ്പോൾ കരയിൽ എന്തോ ഇരിക്കുക? കനൽ ചുട്ട മീന്. ഇതെവിടെ വന്നു? നിനക്ക് വേണ്ടി കനൽ ചുട്ട ഒരു മീൻ. വിളമ്പുകാരനെ അല്ലെ? ഞാനെ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു പാസ്റ്റർ ആയി കഴിഞ്ഞാൽ വിളമ്പാനൊന്നും പോവാൻ ഞാൻ തയ്യാറാകും. അതുകൊണ്ട് കല്ല് ചുട്ട മീൻ വെച്ച് അടയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കും. ഒന്ന് കഴിക്കും. ഒന്നും പറഞ്ഞില്ല, കുറ്റമൊന്നും പറഞ്ഞില്ല. നീ മീന് കഴിക്കും. പ്രാതൽ കഴിച്ചു. പ്രാതൽ കഴിക്കുന്നവരെ ഒന്നും വേണ്ടിയില്ല, കഴിച്ചു തീരുന്നവരെ വേണ്ടിയില്ല. കഴിച്ചു തീർന്നപ്പോ എന്തോ ചോദിച്ചെന്നറിയാമോ? വായിച്ച 15-ാമത്തെ വാക്യം. ശിമോനെ, എന്തിലധികമായി? ഇവരിൽ അധികമായി അല്ലേ? അത് ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? ഇംഗ്ലീഷ് ബൈബിൾ ആരെങ്കിലും ഉണ്ടോ? ഇംഗ്ലീഷ് ഉണ്ടോ? ജീസസ് സെഡ് ടു സൈമൺ പീറ്റർ. കണ്ടോ? യോഹന്നാന്റെ മോനോട് ചോദിക്കുക. ജീസസ് സെഡ് ടു സൈമൺ പീറ്റർ, സൈമൺ son of Jonah, do you love me more than these? അർത്ഥം എന്താ പറയാവോ? ഇംഗ്ലീഷ് അറിഞ്ഞവരൊന്ന് പറയാവോ? മോർ ദാൻ ദിസ്. ഇതിനേക്കാൾ അധികം നീ എന്നെ? ഇവരെക്കാൾ അധികമല്ല. അത് അല്പ ട്രാൻസ്ലേഷനിൽ വന്ന വ്യത്യാസമാണ്. ഇവരെക്കാളും അല്ല. കാരണം ഈ 11 പേരെക്കാൾ അധികം ചോദിക്കാൻ അങ്ങനെയല്ല കർത്താവ് ചോദിക്കുന്നത്. മോർ ദാൻ ദിസ്. നീ പിടിച്ചോണ്ടൊന്നില്ലേ മീന്? ഈ ലോകത്തിലെ സുഖം നീ നോക്കുന്നില്ലേ? ഇന്ന് ആളുകൾക്ക് സുഖം മതി. കണ്ടോ? ഇതെനിക്ക് നിനക്ക് തരാൻ പറ്റും. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുക. പക്ഷെ നീ ഇതിനേക്കാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അവിടെയാ പൊട്ടിപ്പോയി. കാരണം അവൻ എന്തിനാ സ്നേഹിച്ച്? കർത്താവ് നോക്കിയപ്പോൾ എന്തിനെ സ്നേഹിച്ചു? അവന്റെ സമ്പത്ത്, അവന്റെ അനുഗ്രഹങ്ങൾ, അവന്റെ ഉയർച്ചകൾ. മറ്റുള്ളവരെക്കാളും ദൈവം ദേശത്തിൽ എന്നെ മാനിക്കണം, മറ്റുള്ളവരെക്കാളും എന്നെ ഉയർത്തണം. കർത്താവ് തൊട്ടിട്ട് ചോദിച്ചു, നീ ഇതാണ്ടോ? നിന്റെ വീട് കണ്ടോ? ഇതിനേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ സമ്പത്തിനേക്കാളും അധികം സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ ഓരോ ഭാഗങ്ങളും കൊണ്ട് ഇതിനേക്കാൾ നീ എന്നെ, നിന്റെ വിദ്യാഭ്യാസത്തെക്കാളും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? മോർ ദാൻ ദിസ് ഡു യു ലവ് മീ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോഴേ പത്രോസ് ഇളകിപ്പോയത്. ഡു യു ലവ് മീ മോർ ദാൻ ദിസ്? ഇതിനേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. അപ്പൊ ക്രിസ്തുവിനെ ഒരു ക്രിസ്തുഭക്തൻ പിൻപറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലെ സകല മതങ്ങളുടെ പുറകെ മനുഷ്യൻ യാത്ര ചെയ്യുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടോ? ക്രിസ്തുവിനെ ഞാൻ പിൻപറ്റുന്ന നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, നിത്യജീവന് വേണ്ടിയിട്ടാണ്. നിത്യജീവൻ ഒരാളുടെ പക്കലേ ഉള്ളൂ, അതാണ് യേശു ക്രിസ്തു. യേശു ഇന്ന് ഉയർപ്പിന്റെ ദിവസം എന്തുവാ കാണിക്കുന്നത്? യേശു ഉയർത്തതുപോലെ ഞാനും ഉയർത്തും. ഒരു ദിവസം അതാണ് എന്റെ പ്രത്യാശ. യേശു ഉയർത്തതുപോലെ എനിക്കിവിടെ മരിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ആ വാക്യത്തിലോട്ട്, മരിച്ചവരും അവനതിൽ ഇരിക്കുന്നവരാരും അല്ലേ സ്തുതിക്കാത്തത്? മരിക്കാത്തവർ ദൈവത്തെ സ്തുതിക്കാമല്ലോ അല്ലേ? മരിച്ചവർ ദൈവത്തെ സ്തുതിക്കില്ല. നമ്മൾ മരിക്കുന്നില്ലല്ലോ. ക്രിസ്തു ഇപ്പൊ വന്നാലും നമുക്ക് മരണമില്ല. നമുക്ക് മരണമില്ല. We don't have death. നമുക്ക് മരണമില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:26 വായിച്ചു. കണ്ടോ? ജീവിച്ചിരുന്ന് എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങള്? അതാണ് ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിൽ വിശ്വസിക്കാനും രക്ഷിക്കപ്പെടുവാനും വേണ്ടിയിട്ട് ദൈവദാസന്മാരായ പാസ്റ്ററും ഞങ്ങളും എല്ലാം ആഹ്വാനം ചെയ്യുന്നത്.
ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാൾ മരിക്കുകയില്ല. മരിച്ചവരും മൗനതയിൽ ഇറങ്ങുന്നവരുമാണ് ദൈവത്തെ സ്തുതിക്കാൻ. മരിക്കാത്തവനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ചേരാൻ കാംക്ഷ. യഥാർത്ഥമായി ഒരു മനുഷ്യൻ പൂർണ്ണമായി സ്തുതിക്കാൻ പറ്റുന്ന എപ്പോ അറിയാം? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കും മരണം നമുക്കുമാണ്. ഹല്ലേലൂയ. എന്തൊക്കെയാണ് എനിക്കുള്ളത്? നമ്മൾ ഇവിടെ വായിച്ചത് കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചില്ലേ? ഓർമ്മയുണ്ടോ? കൊരിന്ത്യർ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്. ആകയാൽ മനുഷ്യർ ആരും പ്രശംസിക്കരുത്. സകലവും നിങ്ങൾക്കുള്ളതല്ലോ. സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പൊല്ലോസോ കേഫാവോ ഇവിടെ ശുശ്രൂഷകന്മാർ വെച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാ. സകലവും നമുക്കുള്ളതല്ലോ. അപ്പൊല്ലോസോ കേഫാവോ പിന്നെയോ ലോകോ ജീവനോ മരണമോ. മരണം ആർക്കുള്ളതാ? എനിക്കുള്ളത്. എന്റെ വാഹനമാ. ഈ വാഹനം എന്തിനാ? എനിക്ക് ക്രിസ്തുവിൽ നിത്യതയോടെ ചേരാനുള്ള വാഹനമായ എന്റെ മരണം. ഈ ആഴമായ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ അറ്റുപോകാതെ കെട്ടുപോകാതെ എന്നും ഉണ്ടായിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ പ്രത്യാശയ്ക്കായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ പ്രത്യാശയാണ് അവിടെ നമുക്ക് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കണ്ടോ, ഇത് എന്തുകൊണ്ടാണ് ഈ വചനങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് ദേഷ്യം വരുന്നതെന്ന് അറിയാമോ? കൃത്യമായിട്ട് ഈ വചനം പറഞ്ഞാൽ ആളുകൾക്ക് ദേഷ്യം. ക്രിസ്തുവിന് എന്തിനാ കല്ലറയെടുത്ത്? ക്രിസ്തു ലൗകികനല്ലായിരുന്നു. ആമേൻ. ലോകം ലൗകികമായി പ്രസംഗിച്ചു, ക്രിസ്തു ലൗകികനല്ലായിരുന്നു. ലൗകികമായ ഒരു കാര്യം ക്രിസ്തു പ്രസ്താവിച്ചിട്ടില്ല. ഒരു സ്ഥലത്ത് പോലും ക്രിസ്തു ലൗകികമായി പ്രസ്താവിച്ചില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കൂടെ ഞാൻ ലേഖനത്തിലേക്ക് വന്നു. 1 യോഹന്നാന്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിന് 4 മുതലുള്ള വായിച്ചാട്ടെ. 4 മുതലുള്ള വാക്യം. കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ള ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. ഈ പ്രവചനങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് അറിയാമോ? ലൗകികമായ വിഷയം നമ്മളോട് കിട്ടുമെന്ന് പറയുന്നവൻ ലൗകികനാണ്. ഇതിനാണ് തിരിച്ചറിയേണ്ടത്. ഉണ്ടോ? നമ്മുടെ സ്ഥിതി, നില, ഇവകളെല്ലാം മാറ്റുമെന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ ലൗകികൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ ലൗകികന്മാരായതുകൊണ്ട് അവർ ലൗകികമായി സംസാരിച്ചു. അടുത്തത്, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ലോകം എന്ത് ചെയ്യുന്നു? ആരുടെ വാക്കേ കേൾക്കത്തുള്ളൂ? ഈ ലൗകികമായത് പറയുന്നവരുടെ വാക്കേ കേൾക്കത്തുള്ളൂ. ഹല്ലേലൂയ. കണ്ടോ, ഈ മെസ്സേജ് എന്തെന്ന് അറിയുമോ? ജഡത്തിന് വിരോധമാണ്. ജഡത്തിന് വിരോധമായതുകൊണ്ട് ജഡം ഇതിനെ എതിർക്കും. ലോകത്തിന് വിരോധമാണ്, ലോകം എതിർക്കും. അതുകൊണ്ട് ആ കല്ലെടുക്കുന്ന അറിയാം. സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തിന് വിരോധമാണ്, ജഡത്തിന് വിരോധമാണ്. ജഡം ഇഷ്ടപ്പെടുന്നത് എന്തുവാ? പറഞ്ഞേ, എപ്പോഴും സന്തോഷിക്കണം, എപ്പോഴും നന്മ എന്ത് ചെയ്യരുത്. എന്റെ വീട്ടിൽ ആഹാരം. പക്ഷെ ഇത് നമുക്ക് വരുമ്പോഴത്തേക്ക് പറയാണ്, മകളെ നിന്റെ സ്ഥിതി മാറാൻ പോവാണ്. ദൈവമേ, ചുമ്മാ ഇരുന്നതാണ്. താഴി ആഴ്ച നിന്റെ സ്ഥിതി മാറ്റാൻ പോകുന്ന ദേശത്തിൽ ഞാൻ നിന്റെ ലെവല് മാറ്റാൻ പോവുകയാണ്. നിന്നെ ലെവല് മാറ്റി ഞാൻ ആള് മാറിയവനെ പോലും നിന്റെ അടുത്ത വീട്ടിലുള്ള അവനെക്കാൾ ഉയരത്തിൽ നിന്നെ ഞാൻ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കർത്താവേ, ദൈവം കണ്ടല്ലോ. ഈ മെസ്സേജ് പറഞ്ഞ ഒരാളുണ്ട്. 2025 വർഷങ്ങൾക്ക് മുമ്പ് ഈ മെസ്സേജ് പറഞ്ഞ ഒരാളുണ്ട്. അറിയാമോ അയാളുടെ പേര്? ആരെയാണ്? യേശുവിന്റെ അടുക്കൽ പിശാച് വന്ന് പറഞ്ഞു, ഇതെല്ലാം എനിക്കുള്ളതാ, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. അപ്പൊ ഇത് ആരുടെ ഏജന്റാ വന്നേ? സാത്താന്റെ ഏജന്റാ. നിനക്കെല്ലാം തരാം, നിനക്കൊന്നും കുറവ് വയ്ക്കത്തില്ല. ലൗകിക, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഇതുകൊണ്ടാണ്. എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ല. അപ്പൊ ലൗകികമായത് ആര് സംസാരിക്കുന്നു? ഞാൻ ലൗകികനല്ല. ക്രിസ്തുവിന്റെ മധ്യസ്ഥത ആർക്കില്ലെന്ന് അറിയാമോ? നമ്മുടെ സ്ഥിതി മാറ്റാൻ പ്രാർത്ഥിക്കുന്ന ആർക്ക് ക്രിസ്തുവിന്റെ മധ്യസ്ഥതയില്ല, അതറിയാമോ? ഞാൻ ഭാഗം കൂടെ പറയാം കേട്ടോ. ക്രിസ്തുവിന്റെ മധ്യസ്ഥതയില്ല. ക്രിസ്തുവിന്റെ മധ്യസ്ഥ അവർക്കല്ല. ഇവർ ലൗകികന്മാരല്ലായാൽ ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു.
അതാ ക്രിസ്തുവിന്റെ പ്രാർത്ഥന. മധ്യസ്ഥം പോലും ക്രിസ്തു ചെയ്തില്ല, അറിയാവോ? അതുകൊണ്ടാണ് നമ്മുടെ പല പ്രാർത്ഥനകളും ഉയരത്തിൽ പോവാത്തത്. ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോഴേ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കരയണം. ഇതിനാണ് ഞാൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എത്ര ബലഹീനതാണ് നമ്മൾ തിരിച്ചറിയും. ഈ വചനങ്ങൾ വായിക്കുമ്പോ അത് ക്രിസ്തു വചനമാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളിത് ക്രിസ്തു വചനം അല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ ഇതിന് വിളിക്കും എനിക്കെന്തോ ഉണ്ട്, എനിക്ക് വാഗ്ദത്തം ഉണ്ട്, കൽപ്പനയുണ്ട്. വാഗ്ദത്തം ഉണ്ടെന്നിട്ട് ആരെങ്കിലും പറഞ്ഞ കൽപ്പനയും ഉണ്ട്. എന്റെ മക്കളെ കുറിച്ച് വാഗ്ദത്തം ഉണ്ട്, എന്നെ കുറിച്ച് വാഗ്ദത്തം ഉണ്ട്, ദൈവമക്കൾക്ക് എല്ലാവരെയും കുറിച്ച് വാഗ്ദത്തം. തന്നോട് കൂടെ ഇരിക്കണം എന്നുള്ളതാ കർത്താവിന്റെ ഇച്ഛ. സ്തോത്രം. നിങ്ങൾ എന്തിനാ അത് മാറുന്നത്? ആരുമായി പഠിച്ചാൽ മതി കേട്ടോ നിങ്ങള്. സ്തോത്രം. വായിച്ചേ യോഹന്നാൻ 4:5. അവർ ലൗകികന്മാർ ആകുകയാൽ ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. എങ്ങനെ അറിയാം ആത്മാവിനെ? വല്ലതും മനസ്സിലായി. നിങ്ങൾക്ക് പറയുമ്പോ എന്നോട് ദേഷ്യം പലപ്പോഴും വരും. നമ്മുടെ സ്ഥിതി മാറ്റുമെന്നൊരു പ്രവാചകൻ പറഞ്ഞാൽ സത്യത്തിന്റെ ആത്മാവല്ല. അതാണ് വഞ്ചനയുടെ ആത്മാവ്. ചുമ്മാ ഇരുന്ന് എനിക്ക് മോഹം തരുന്നതാണ് വഞ്ചനയുടെ ആത്മാവ്. അപ്പൊ എന്നെ വഞ്ചിച്ചു. അതുകൊണ്ടാണ് ഇന്നത്തെ ആത്മീക ലോകത്തിൽ ആരുമില്ലാത്തത്. ആത്മീയ ലോകത്തിൽ ആരുമില്ല. എന്നെ വഞ്ചിക്കുകയാണ് കേട്ടോ. ഇതിനാലേ ബൈബിളല്ലേ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എന്നെ തുറച്ചു നോക്കി എന്നെ പേടിപ്പിക്കരുത്. ഞാനല്ല പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് ബൈബിൾ വചനം മാത്രം വായിച്ചു കേൾപ്പിക്കുന്നത്. ഇതിനാലാണ് വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും പിന്നെയോ അല്ലാത്ത ആത്മാവ് ഏതെന്നും അറിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ വളരെ ശ്രദ്ധിച്ചു വേണം കാഴ്ചവെള്ളം വെക്കാൻ. വളരെ ശ്രദ്ധിച്ചു വേണം കാഴ്ചവെള്ളം വെക്കാൻ. ഓരോ കാഴ്ചവെള്ളം വെക്കുമ്പോൾ ഒരു 10 രൂപ കയ്യിൽ വരുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. കൂട്ടി വെക്കാൻ പറ്റത്തില്ല. എല്ലാം കൃത്യമായിട്ട് മനുഷ്യൻ. ഞാൻ ഒന്നുകൂടെ ആ വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിന്തിച്ചാലേ ആത്മീയന് സമ്പന്നനാകാൻ പറ്റാത്തതുകൊണ്ടാണ്. അവനെങ്ങനെ സമ്പന്നനാണ്? പറ്റത്തില്ല. സമ്പന്നൻ ഒരിക്കലും ആത്മീയനാകാൻ പറ്റും. അല്ലെ, സമ്പന്നനായ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, നല്ല ഗുരു, നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ന്യായപ്രമാണം അനുസരിക്കാൻ പറഞ്ഞു. അങ്ങനെ കൊച്ചുനാൾ മുതൽ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ വലിയ സമ്പത്തുള്ള മനുഷ്യനായതുകൊണ്ട് ഇവനോട് പറഞ്ഞു, നിന്റെ ധനമെല്ലാം വിറ്റു നീ ആർക്ക് കൊടുക്കുക? ദരിദ്രന്മാർക്ക്. അവൻ എന്തോ ചെയ്തു? അപ്പൊ കർത്താവ് എന്തോ ചോദിച്ചു? ശിഷ്യന്മാരെ ചോദിച്ചു, ഇത് ആർക്ക് പറ്റും? ഇത് ആർക്ക് പറ്റും? പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യം, ഇത് ദൈവത്തിന്. അപ്പൊ അത് സാധ്യമാവണം എന്ത് ചെയ്യണം? അവൻ പുനർജനിക്കണം. കണ്ടോ, ഒട്ടകം സൂചിക്കുഴിയിലൂടെ കണ്ടോ, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത്, അല്ലേ? അപ്പൊ ഈ സൂചിക്കുഴി എന്താണ്? അപ്പൊ ധനവാനെ കൊണ്ടുപോകണ്ടെങ്കിലല്ലേ നമ്മുടെ ചർച്ചിന്റെ പണി നടക്കുള്ളൂ. സ്വന്തം പറഞ്ഞു അല്ലല്ലോയ്യ. നല്ല പൈസ ഉള്ളവരാണ് നമ്മൾ പഠിക്കുന്നത്. കർത്താവ് നിന്നെ വൻ വൃക്ഷങ്ങളെ വെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. വൻ വൃക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? മാട്ടിക്കിടക്കുന്ന ടാറ്റ, അംബാനി, അദാനി തുടങ്ങിയ വൻ വൃക്ഷങ്ങളെ നിന്നെ കൊണ്ട് വെട്ടും. അതാ ഈ വൻ വൃക്ഷം. പ്രവാചക ഭാഷ. നിന്നെ കൊണ്ട് ഇവിടെ വൻ വൃക്ഷങ്ങൾ, പാവപ്പെട്ടവരൊന്നും ഇവിടെ എന്ത് ചെയ്യരുത്, കൊണ്ട് വരരുത്. ഗ്ലോറി വൻപൻ ടീമുകളെ ദൈവം കൊണ്ടുവരും. നിന്റെ പള്ളിയുടെ മുമ്പിൽ ഞാൻ ഓടിക്കാർ കാണുന്നു. അപ്പൊ ഈ പണക്കാരെ ഏറെ കയറ്റിവിടണം, സൂചിക്കുഴിയിലൂടെ കയറ്റിവിടണം. ഇതിനെന്തോ ചെയ്യുന്ന അറിയാമോ? യെരുശലേം ദേവാലയത്തിൽ ഒരുപാട് വാതിലുകളിൽ ഒരു വാതിലാണ് എന്ത് ചെയ്ത്? സൂചിക്കുഴ. അങ്ങനെ ഒരു വാതിലില്ല. അങ്ങനെ ഒരു വാതിലില്ല. അതിനാണ് ഈ പണ്ഡിതന്മാര് പഠിപ്പിച്ചു വെച്ച സാധനം ഇത്. ഇങ്ങനെ ഒരു വാതിലില്ല. സ്തോത്രം. സൂചിക്കുഴ എന്നൊരു വാതിലുണ്ട്. യെരുശലേം ദേവാലയത്തിന്റെ പ്രധാനപ്പെട്ട കവാടം എന്ത് ചെയ്യും? അടച്ചു കഴിഞ്ഞാൽ ഈ സൂചിക്കുഴയിലൂടെ, ഈ വാതിലിൽ കൂടെ ഒട്ടകം ഇങ്ങനെ പാടുപെട്ട് ഇങ്ങനെ കുത്തി കയറുന്നത് പോലെ എന്ന് പറഞ്ഞ് ഇവനെ തള്ളി കയറ്റണം. നമുക്ക് കണ്ടിട്ടില്ലേ നിങ്ങൾ?
ഈ ഒട്ടം ഇതിനകത്തൂടെ ഇങ്ങനെ ഞെരിഞ്ഞ് കയറുന്നത് പോലെ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടിരുന്നാലും നല്ല ബാഗ് ഒക്കെ വെച്ചോണ്ട് വന്നിരുന്നാൽ നമ്മൾ കുത്തി അതിന്റെ ഇടയിൽ കൂടെ കയറ്റിയൊക്കെ വിടും. ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ കയറ്റി വിടും. കർത്താവ് പറഞ്ഞ അതല്ലേ, സൂചിക്കൂടെ തന്നെയാ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ആകണം. എന്താകണം? അവൻ എവിടെ നിന്ന് വരുന്നു, എവിടെ പോകുന്നു എന്ന് അറിയാതെ അവൻ കാറ്റുപോലെ ആകണം. വാക്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വേഗം അവസാനിപ്പിക്കുക. സ്തോത്രം പറഞ്ഞു. ഞാൻ ഇങ്ങനെ നിന്നാൽ അവിടെ നിന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം മുതൽ ഒന്ന് വേഗം വായിച്ച്. ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ ചോദിക്കുകയാണ്, കർത്താവേ, നിത്യജീവനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? അപ്പൊ പറഞ്ഞു, നീ ആത്മാവിനാലും നിങ്ങൾ പറ. ആ ആ കഴിയില്ല. അയച്ചോ അയച്ചോ. ആ ആ അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിൽ അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ എങ്ങനെയാവുന്നു? കാറ്റുപോലെയാണ്. സൂചിക്കുഴലിലൂടെ നിങ്ങൾക്കൊരു തലമുടി 2 കൂടെ കയറ്റാൻ പറ്റില്ല. പക്ഷെ കാറ്റ് പോലെ ആയാലും ആത്മാവിൽ ജനിച്ചവൻ ആരെ പോലെയാവും? എവിടെ നിന്ന് വരുന്നു, എവിടെ പോകുന്നു എന്ന് അറിഞ്ഞുകൂടാ. വീണ്ടും ജന്മം പ്രാപിച്ചവനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും ജനിച്ചവൻ ഇതിനെ കളയും, അവൻ അതിനെ പിടിക്കും. അവൻ കാറ്റ് പോലെയാണ്, അവൻ ഇതിലൂടെ കരയും പോകും. സോദരം പറഞ്ഞു, അല്ലെങ്കിൽ എന്ത് മനോഹരാന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് മരണം എന്ന് പറയുന്നത് പ്രത്യാശയാണ്. മരണം എന്ന് പറയുന്ന സന്തോഷം. പക്ഷെ താൽക്കാലികമായിട്ടുള്ള ആ വിട്ടുപിരി, എന്റെ വീട്ടിലെ പ്രധാനപ്പെട്ട ഒരാള് വിട്ടുപിരിഞ്ഞാൽ, സ്തോത്രം, താൽക്കാലികമായി എനിക്ക് കാണാൻ കഴിയുന്നില്ലെന്നുള്ള ജഡത്തിന്റെ ബുദ്ധിമുട്ടേ ഉള്ളത്. ആത്മവിഷയമായിട്ട് ചിന്തിച്ചാൽ എന്നെക്കാലം മുമ്പ് എന്റെ കുഞ്ഞ് അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് ആ സ്ഥാനം വഹിക്കാൻ പറ്റിയല്ലോ. ഇതാണ് ഒരു ആത്മീയന്റെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. മക്കളെ, ഈ പ്രത്യാശ വേണം. കർത്തൃമേശയിൽ വന്ന് പങ്കെടുക്കുമ്പോൾ ഈ പ്രത്യാശയിലാണ് പാപത്തിന്റെ വഴികളെ നമ്മൾ വിട്ടൊഴിയുന്നത്. സ്തോത്രം. ഈ ഭൂമിയിലുള്ളതെല്ലാം വിട്ടൊഴിയുന്നത്. ഈ ഭൂമിയിൽ നമുക്ക് പൈസ കിട്ടുമോ കിട്ടാത്തയോ അതൊന്നും അല്ല. നീ അനുഭവിച്ചോ, ഒന്നും കുഴപ്പമില്ല. സ്തോത്രം. ചെയ്യേണ്ടതുപോലെ ചെയ്യുക. ദൈവം നമുക്ക് പ്രാപ്തി നൽകട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം.